പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ, എറണാകുളത്ത് നിന്ന്. 2 ദിവസമായിട്ട് കേരളം മുഴുവൻ വലിയ മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു 1969 മോഡലാണ്. നന്നായിട്ട് മഴയൊക്കെ പെയ്യുമായിരുന്നു. എറണാകുളം എന്ന് പറയുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാരെ കുളങ്ങളും തോടുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എത്ര വലിയ ഇപ്പോൾ ഉള്ളതിനേക്കാളുമൊക്കെ വലിയ വലിയ മഴകളൊക്കെ വന്നാലും വെള്ളം കിടക്കൂലായിരുന്നു. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്യണ വെള്ളം മുഴുവനും അടുത്തുള്ള തോടുകളിലോട്ടും കുളങ്ങളിലോട്ടും ഒക്കെ പോവുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പണ്ടുണ്ടായിരുന്ന തോടുകളും കുളങ്ങളും പുഴകളൊക്കെ കയ്യേറി തോടുകൾ പോലെയായി, തോടുകളൊക്കെ കയ്യേറി കാന പോലെയായി. കാനകളുണ്ടായിരുന്നത് ഇപ്പോൾ കാണാനേ ഇല്ല. പിന്നെ കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു, അതെല്ലാം നികത്തി അവിടെയൊക്കെ ബിൽഡിങ്ങുകൾ വന്ന് നാച്ചുറലായിട്ട് പണ്ട് പെയ്ത ഇതിൻ്റെ പകുതി പെയ്യണ്ട 4-1 മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വെള്ളം വരും, വെള്ളം പൊങ്ങും. അതാണ് സത്യം, അതാണ് വാസ്തവം. അല്ലാണ്ട് പണ്ട് പെയ്തപ്പോൾ ചെയ്തില്ല, ഇപ്പം പെയ്തപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഞാനൊക്കെ ജനിച്ച കാലം മുതൽ എറണാകുളത്ത് MG റോഡിൽ വെള്ളപ്പൊക്കങ്ങൾ കാണുന്നതാണ്. നന്നായിട്ട് ഒരു 2 മണിക്കൂർ മഴ പെയ്ത് കഴിഞ്ഞാൽ MG റോഡ് മുഴുവൻ വെള്ളം കിട്ടുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തൊന്നും കെട്ടില്ലായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പച്ചാളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഒറ്റക്കുഴി ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കർ കണക്കിന് കൃഷി സ്ഥലം ഉണ്ടായിരുന്നു. വലിയ ഒരു പുഴയുണ്ടായിരുന്നു. അവിടെയൊക്കെ വള്ളംകളി വരെ നടക്കുമായിരുന്നു. ഇപ്പോൾ ആ പുഴയൊക്കെ കാണാനില്ല, തോട് പോലെയായി. പുഴയുടെ 2 സൈഡും വലിയ വലിയ ബിൽഡേഴ്സ് എല്ലാവരും വന്നിട്ട് എന്താ പറയുക, ഫ്ലാറ്റുകളും പിന്നെ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ കയ്യേറി. ആ പേരണ്ടൂർ കനാൽ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ശരിക്കും പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം. അതുപോലെ എറണാകുളം എന്ന് പറഞ്ഞ ഇഷ്ടംമാരെ കുളങ്ങളും തോടുകളും പുഴകളും നദികളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പലതും ഇപ്പോൾ കാണാനില്ല. പണ്ട് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ നോ ടൈം ഇതൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലോട്ട് ഒഴുകി പോകുമായിരുന്നു. നമ്മുടെ വീടുകളിലൊന്നും വെള്ളം കയറില്ലായിരുന്നു. ഇപ്പോൾ അത് കയറാൻ കാരണം മെയിനായിട്ട് ഈ പറയുന്ന വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. അതാണ് ശരിക്കും സത്യം. അത് കഴിഞ്ഞേ ഉള്ളൂ ഈ കാലാവസ്ഥ വ്യതിയാനവും കാര്യങ്ങളും ഒക്കെ ഇല്ല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാലാവസ്ഥ വ്യതിയാനം. ഈ കാലാവസ്ഥാ വ്യതിയാനം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും അല്ല, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സിൽ മെട്രോളജിക്കൽ ബ്രാഞ്ചിൽ കാലാവസ്ഥ നിരീക്ഷകനും പിന്നീട് അവസാനം റിട്ടയർമെൻ്റ് ആകുന്ന ടൈമിൽ ഫോർകാസ്റ്ററൊക്കെ ആയിട്ട് പണിയെടുത്തിട്ട് പുറത്തിറങ്ങിയ ആളാണ്. 30 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. 1 വർഷത്തിൽ കൂടുതൽ യുണൈറ്റഡ് നേഷൻ്റെ ഭാഗമായിട്ട് പീസ് കീപ്പിങ്ങിൽ ആഫ്രിക്കയിലും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ പണി തന്നെ ചെയ്തത് ഈ കാലാവസ്ഥ എന്ന് പറയുന്ന സംഭവം തന്നെ. കാലാവസ്ഥ നിരീക്ഷണം ഞാൻ എയർഫോഴ്സിൽ 88 ചേർന്ന കാലത്തും പുറത്തിറങ്ങുന്ന ടൈമുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇഷ്ടംമാരെ മെത്തേഡുണ്ട്. എന്താ പറയുക, പല മോഡലുകളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന പിൻ പോയിൻ്റായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെതർ റഡാറുണ്ട്. പണ്ട് ഈ ഒബ്സർവേറ്ററിയിൽ നിന്ന് വരുന്ന ഒബ്സർവേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അപ്പർ എയർ അസൻറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാറ്റലൈറ്റ് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്, ഇൻപുട്ട്സ് ഇഷ്ടംമാരുണ്ട്. 88 ഞാൻ ഈ എയർഫോഴ്സിൽ 87 ജോയിൻ ചെയ്യണ കാലത്തും ഇപ്പോൾ 2026 വന്ന് നോക്കുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഡോപ്ലർ വെതർ റഡാർ ഉണ്ട് കൊച്ചിയിൽ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെയും ഈ പറയുന്ന അപ്പർ എയർ അസൻ്റൊക്കെ എടുക്കുന്നതാണ്. റോക്കറ്റ് ലോഞ്ചിങ് ഒക്കെ നടക്കാറുള്ളതാണ്. പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്നത് എല്ലിനോ ലാലിന എന്നൊക്കെ പറഞ്ഞ പ്രതിഭാസങ്ങളൊക്കെയാണ് എഫക്റ്റ് ആകണത്. അത് മൺസൂണിനെയൊക്കെ ഒരു പരിധിവരെ ബാധിക്കും. അല്ലാതെയുള്ള മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പണ്ട് പെയ്യണ മഴ ഒഴുകിപ്പോകാനായിട്ട് കേരളത്തിൽ നദികളും തോടുകളും കുളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. അതാണ് സംഭവം.
അപ്പോൾ ഇത് ഒരു പരിധിവരെ മനുഷ്യൻ നിർമ്മിതമാണെന്ന് പറയാനേ എനിക്ക് ഈ സമയത്ത് സാധിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചെറിയൊരു നോളജ് ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. നന്ദി, നല്ല നമസ്കാരം.